ഹായ്, നമുക്കിന്ന് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈ പായസം തന്നെ ആക്കാം. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തത് നിറപറയുടെ മട്ട അരിയാണ്. പായസ അരി എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. മട്ട അരി തന്നെ എടുക്കാൻ നോക്കുക, എന്നാലേ പായസത്തിന് ആ പിങ്ക് കളറും ആ ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പച്ചരി വെച്ചിട്ടും ഇത് തയ്യാറാക്കാം, പക്ഷെ കളറും ടേസ്റ്റൊന്നും അതുപോലെ വരില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത അരി ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്ന വരെ മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 1/4 കപ്പ് അരി കുറഞ്ഞു പോയില്ലേന്ന് തോന്നും, പക്ഷെ കുറഞ്ഞൊന്നും പോയിട്ടില്ല. വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. അടച്ചു വെച്ചിട്ട് മീഡിയം തീയിലിട്ട് വേവിക്കണം. ആദ്യമേ വെയിറ്റ് ഇടണ്ട. വെള്ളത്തുള്ളികൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പാലിങ്ങനെ പുറത്തോട്ട് വന്ന് തുടങ്ങും. എന്നിട്ട് 1 വിസിൽ വരണ വരെ വേവിക്കാം. തീ കൂട്ടിയിടരുത് കേട്ടോ. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് 30 മിനിറ്റ് വേവിച്ചെടുക്കണം. ഉടനെ തന്നെ സിമ്മിലിട്ടാലും പെട്ടെന്ന് വിസിൽ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത്. മാക്സിമം തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ വേവിച്ചെടുത്ത അടുപ്പിന് സിമ്മിലിട്ടാലും നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു അടുപ്പിലോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് സിമ്മിലോട്ടിട്ട് വേവിക്കാം. അപ്പം നിങ്ങളുടെ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ അടുപ്പിൽ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 30 മിനിറ്റ് നമ്മൾ വേവിക്കണം. വിസിലൊന്നും വരില്ല. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ പിങ്ക് കളറിലുള്ള അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടുണ്ട്, തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഈ പായസം തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമല്ലേ? കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇത് എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് മാത്രമല്ല, ഏത് വിശേഷ ദിവസങ്ങളിൽ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.